നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളുടെ വ്യാപകമായി എന്ത് ചെയ്യുന്നു മിസ്സാവുന്നത് ഒരു പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ സ്കൂൾ തലം മുതൽ, അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോളേജുകളിൽ എത്തുന്ന കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പ്രായവ്യത്യാസമില്ലാതെ എന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു ഇറങ്ങിപ്പോകുന്നു, കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അതല്ലെങ്കിൽ അവരെ കാണാതാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ പലതരത്തിൽ, അതായത് കാരണങ്ങൾ എന്താണ്, പല കാരണങ്ങളാണെങ്കിലും ഒരു യാഥാർത്ഥ്യമായി ഒന്നും ഉള്ളത് എന്ന് പറയുന്നത് വ്യാപകമായി എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇന്ന് അവസാനമായിട്ട് ഇന്നലെ ഈ പറയുന്ന അവരെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു, വളരെ വേദനയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഭീകരമായ ഒരു സാഹചര്യമാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ സ്കൂളുകളിലേക്ക് വിടുന്ന രക്ഷിതാക്കളും ഒക്കെ തന്നെ വലിയ ഭയാശങ്കയോട് കൂടിയാണ് ഇന്ന് അവർ, അതായത് 10 മിനിറ്റ് പോലും വൈകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് സ്കൂൾ ടൈം കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ പറയുന്ന അവർ ഏതെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക വ്യാപകമായിട്ട് നമ്മുടെ മലയാളികളുടെ, ഈ പറയുന്ന പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെയും അതോടൊപ്പം തന്നെ സ്കൂൾ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ എല്ലാ പൊതുസമൂഹത്തിൻ്റെയും ഇടയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. മാനസികാരോഗ്യം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറയുന്ന ഈ പൊതുവിടങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈബ്രറികളിൽ നിന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലബ്ബുകളിൽ നിന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന കളിസ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ പറയുന്ന മാനസികമായിട്ടുള്ള ആരോഗ്യം നേടിയിരുന്നതുവെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ചെറിയ ജനിക്കുമ്പോൾ മുതൽക്ക് തന്നെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനായി മാറുന്നു. അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്ത് ചെയ്യുന്നു, അവരുടെ സമയം, വലിയ ഭൂരിഭാഗമായ സമയം കണ്ടെത്തുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ എന്താണ് അവരുടെ സൗഹൃദങ്ങളും അതോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു മുറിക്കുള്ളിലേക്ക്, അതായത് പണ്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ അവരുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ മാനസിക വളർച്ച, മാനസികാരോഗ്യമൊക്കെ സമൂഹത്തിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു റൂമിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫോണിലേക്ക്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഐപാഡിലേക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ സാമൂഹ്യ ബോധവും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതക്രമങ്ങളുമൊക്കെ ചിട്ടപ്പെടുത്തുന്നത് വളരെ ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യമാണ്.